മാക്കൂ, നാത്തൂൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നതല്ലേ, അപ്പൊ ഇവിടുത്തെ ചെലവിന്റെ ഒരു ഷെയർ നമ്മൾ ഇടണം. അതാണ് അതിന്റെ ഒരു ശരി. അല്ല, നമ്മളൊന്ന് പറയണ്ട ശ്രീകു, നീ ഇടണം. കാരണം നിനക്കല്ലേ ഉള്ളിപ്പോ ഒരു ജോലി. ഞാൻ ഈ കളരി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥിര വരുമാനമായിട്ടില്ലല്ലോ. മാത്രമല്ല, പിന്നെ വീട്ടിൽ നിന്നൊക്കെ കാശ് എടുത്തോണ്ട് വന്ന് ചെലവാക്കാന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പണിയാണ്. എന്റെ മാക്കൂ, നിങ്ങൾ ആ കളരിയുടെ വാതിൽ കണ്ടിട്ട് എത്ര കാലമായി? അല്ല, അങ്ങനെ പറയരുത്. അതായത് ഈ നമ്മളിപ്പം ഏകദേശം ഒരുമിച്ചാണല്ലോ ജീവിതമൊക്കെ. അല്ല, അങ്ങനെ ആണല്ലോ. അതൊരു കളരിയാണ്, അതൊരു കളരിയാണ്. എന്താന്ന്? അല്ല, അതൊരു കളരിയാണ്. ഓ, ആങ്ങളെയും കണക്കാ പെങ്ങളും കണക്കാ. ഈ വാചകടി മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഒന്നുമില്ല. അതെ, ഞങ്ങള് പുലിനടക്കാരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും. അതാ ഞങ്ങളുടെ പാരമ്പര്യം. ഇവിടെ നീങ്കേ അല്ലെ മണക്കട്ടെ ചേട്ടാ. അങ്ങനെയല്ല, അതല്ല. അങ്ങോട്ട് അങ്ങോട്ട്. അതെ നാത്തൂനെ, ശരിയാണ്, പ്രവർത്തിക്കുന്നുണ്ട്. ഈ പാരമ്പര്യവും കെട്ടിപ്പിടിച്ചോ. അയ്യോ, കൊണ്ടോ? ഇതിലും പറ, എന്തൊന്നും പറയാന്നില്ലേ ഇനി? സാരല്ല, ഇടയ്ക്കൊക്കെ ഒരെണ്ണം കൊള്ളുന്ന നല്ലതാ. അതെ, നിങ്ങൾ ഈ പാരമ്പര്യവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നോണ്ടാ ഈ മാക്കു ഇങ്ങനെ കുഴിമടിയനായി പോയത്. നേരെ കൊണ്ട് ഒരു 10 പുഷപ്പ് എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല, തളർന്ന് വീഴും. എനിക്ക് പുഷപ്പ് എടുക്കാൻ പറ്റത്തില്ല. നീ എങ്ങനെ കണ്ടോ? ഞാൻ എന്നും കാണാറുള്ളതാ. എവിടെ വെച്ചു? അല്ല, മാക്കു ഇവിടെ പുഷപ്പ് ചെയ്യുമ്പോ ഞാൻ മുകളിൽ റൂമില് ജനലിൽ കൂടെ കാണാറുണ്ട്. എന്ന് വെച്ചെന്തിനാ കള്ളം പറയുന്നത്? 10 പുഷപ്പ് ഒന്നുമല്ല ഞാൻ എടുക്കുന്നത്, 15 പുഷപ്പ് വരെ ഒറ്റ സമയത്ത് എടുക്കും. പിന്നെ എടി, അതെ, എന്റെ കളരിയുടെ പവർ നിനക്ക് അറിയാമേ കഴിഞ്ഞിട്ടാ. ഓ, നിങ്ങളുടെ കളരിയും കരാട്ടെ, ഞങ്ങൾ ഈ ട്രെയിനിങ് പീരീഡിൽ ഇതൊക്കെ ചെയ്യുന്നതാ. പിന്നെ ഈ കളരി ഒന്നുമല്ല. നമ്മള് പൊതുജനത്തിന് മുമ്പ് വെക്കുമ്പോ അവര് നമ്മളെ പേടിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതാണ് ഈ കാക്കിയുടെ പവർ. ഓ, പിന്നെ ഈ കാക്കിയൊന്നും ഇല്ലാതെ എന്നെ ആൾക്കാർ പേടിക്കുന്നുണ്ടല്ലോ. എന്റെ വീട്ടുകാരെയൊക്കെ ഞാൻ ഇങ്ങനെ വരച്ച വരയിലെ നിർത്തിക്കുന്നത്. നല്ല ബഹുമാനമുണ്ട്. എന്റെ പൊന്നു നാത്തൂനെ, നാത്തൂൻ ദേഷ്യപ്പെടുന്ന കാണുമ്പോഴേ എനിക്ക് പൂച്ചക്കുട്ടീനെ ഓർമ്മ വരുന്നേ. ചിരി വരുവാ. അത് ശരിയാ മാക്കു. ശ്രീകു മാക്കു അല്ല, ശരിയാ ശ്രീകു. അതെ, ഈ പുലിയുടെ വീട്ടിൽ വെച്ച് പണ്ട് എവളും ഇതുപോലായിരുന്നു. എപ്പോഴും ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കും. അങ്ങനെ പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് നടന്ന് ശരിക്കും പറഞ്ഞാൽ പുലിക്കുട്ടിയായിട്ട് വളരേണ്ടവള് പൂച്ചക്കുഞ്ഞായിപ്പോയി. ഞാൻ പൂച്ചക്കുട്ടിയാണെങ്കിലേ മണിക്കൂട്ടൻ ചേട്ടനെ വേറെ വലിയ കളരിയാശാനാണ് വിചാരം. വേറെ വലിയെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അതെ, താണ്ട എന്റെ കളരിയോ പുലിനട തറവാടിനെയോ താഴ്ത്തിക്കെട്ടത് പറഞ്ഞേക്കാം. അയ്യോ, ഈ പറച്ചില് കേട്ടത് തോന്നുന്നു സ്വന്തം തറവാട് മാത്രമാണെന്ന്. അല്ല, നമ്മുടെ തറവാട്. നാറ്റിക്കരുത് പ്ലീസ്. എന്നെ കളിയാക്കിയാ തിരിച്ചു നാറ്റിക്കും. അല്ല, അവൾ അന്യ സ്ത്രീയാ, വേറെ ഫാമിലിയാ. അത് ഓർത്തിരുന്നാ മതി. നമ്മുടെ ഫാമിലി ലയിച്ചിട്ടില്ല. അതെ 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 അതെ. ആങ്ങളെയും പെങ്ങളും തല്ലുകൂടാനാ ഭാവമെങ്കില് ഞാൻ പോലീസ് മുറ എടുക്കും. രണ്ടിനെയും പിടിച്ച് ഞാൻ ലോക്കപ്പിലിടും. പറഞ്ഞേക്കാം. ഹലോ ഹലോ, ഇവിടെ ഇരിക്കുകയാണ്. വാ, കേക്ക് കട്ട് ചെയ്യാം. കേക്ക് വന്നു. നീ കേക്ക് മുറിക്കാത്ത എന്റെ വിഷമം വേണ്ടല്ലോ.